ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹ കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫിഷ് മോളിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഫിഷ് മോളി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഫിഷ് മോളി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 1/2 കിലോ ഫിഷാണ് എടുത്തിരിക്കുന്നത്. ദശകട്ടിയുള്ള ഏത് ഫിഷ് വേണമെങ്കിലും നമുക്ക് ഫിഷ് മോളി തയ്യാറാക്കുവാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ മസാലക്കൂട്ട് ഫിഷിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ വരഞ്ഞു വേണം നമ്മൾ ഫിഷ് എടുക്കുമ്പോൾ, ഇങ്ങനെ വരഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഈ മസാല മിക്സ് ഇതിലേക്ക് തേച്ച് കൊടുക്കാം. മസാല ചേർത്ത് നന്നായിട്ട് ഈ ഫിഷ് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറഞ്ഞത് 20 മിനിറ്റ് നേരമെങ്കിലും ഈ മിക്സ് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഫിഷിലേക്ക് മസാല മിക്സ് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഫിഷ് മോളിക്ക് കോക്കനട്ട് ഓയിലായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഡീപ്പ് ഫ്രൈ ചെയ്യരുത്, ഷാലോ ഫ്രൈ മതി. നമ്മുടെ ഫിഷിൻ്റെ ഒരു സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു 3 മിനിറ്റാണ് ഒരു സൈഡ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. തിരിച്ചിട്ട് കൊടുക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫിഷ് മോളി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഫിഷ് കട്ട് ചെയ്യാതെ ഇങ്ങനെ ഇട്ടത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലാകുമ്പോഴേക്കും അത് ഫുള്ളായിട്ടാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പീസായിട്ട്, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഫിഷ് മോളി തയ്യാറാക്കാവുന്നതാണ്. ഫിഷ് 2 സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഇത് ഈ ഓയിലിൽ നിന്ന് മാറ്റാം. ഈ സെയിം ഓയിലിൽ തന്നെയാണ് ഫിഷ് മോളി തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു, 2 ചെറിയ പീസ് പട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടണം. സ്പൈസസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള, ആവശ്യത്തിന് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും ജസ്റ്റ് ഒന്ന് വാടി വരണം. അതുവരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും പെട്ടെന്ന് വാടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ് ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടങ്ങ് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരിക്കലും ഫിഷ് മോളിയിലേക്ക് ചില്ലി പൗഡർ യൂസ് ചെയ്യാറില്ല. ഗ്രീൻ ചില്ലിയുടെയും പിന്നെ കുരുമുളക് പൊടിയുടെയും ടേസ്റ്റാണ് ഫിഷ് മോളിയിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. ഇതിൻ്റെ കളറും ചേഞ്ചായി പോകും ചില്ലി പൗഡർ ചേർത്താൽ. പൊടികളുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 1 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഒരു മുറി തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തതാണ്. രണ്ടാം പാൽ ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. രണ്ടാം പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടൊമാറ്റോ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ ഗ്രേവി ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടാം. ലോ ഫ്ലെയിമിൽ 7 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിഷ് മോളി എന്തായെന്നൊന്നും തുറന്നു നോക്കാം. നമ്മുടെ അസാധ്യ ടേസ്റ്റിലുള്ള ഫിഷ് മോളിയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിതിലേക്ക് 1/2 കപ്പ് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡിയാണ്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ രുചികരമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.